കേരളത്തിൻ്റെ കണ്ണീർ കടലായി അർജുൻ. ഇതോടെ 2 മാസം നീണ്ടുനിന്ന കാത്തിരിപ്പിന് വിരാമമായി. കുടുംബത്തിലേക്ക് കയറണമെങ്കിൽ അർജുൻ ഒപ്പം വേണം, അല്ലാതെ ദുരന്ത സ്ഥലത്തു നിന്നും പോകില്ല. ഗംഗാവലി പുഴയിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ 12ാം ദിവസം സഹോദരി ഭർത്താവായ ജിതിൻ്റെ ദൃഢനിശ്ചയമുള്ള വാക്കുകളായിരുന്നു ഇത്. ഇന്നിപ്പോൾ 2 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അർജുൻ്റെ ലോറിയും ക്യാബിനുള്ള മൃതദേഹവും കണ്ടെത്തിയപ്പോൾ ജിതിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അർജുനു വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് തീരുമാനിച്ചിരുന്നു. എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചു. അർജുൻ തിരിച്ചു വരില്ലെന്ന് കുടുംബം കരുതിയിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. 5 അടക്കം എല്ലാവരും ഓഫീസിലായിരിക്കും. അവർ അറിഞ്ഞു കാണണം. TV കാണുന്നുണ്ടാകും, ജിതിൻ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയത്. ലോറി തൻ്റേതെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞിരുന്നു. ശിരൂരിൽ ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കാണാതായിരുന്നു. തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുൾപ്പെടെയുള്ളവർ തിരച്ചിൽ ഇറങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. 70 ദിവസങ്ങൾക്ക് ശേഷമാണ് ലോറി കണ്ടെത്തിയത്. ജൂലൈ 16-ന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയ പാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെട്ടത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ പ്രദേശമായ CP4 മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് നടത്തിയത്. നാവികസേനയുടെ സംഘമടക്കമാണ് ദൗത്യത്തിലുണ്ടായിരുന്നത്.